വയനാട് ചെമ്പ്രമല ട്രെക്കിങ്ങിൽ 2008 മുതൽ നടന്നത് കോടികളുടെ അഴിമതി. ചെമ്പ്രമല ട്രെക്കിങ്ങിൽ പ്രതിദിനം വനംവകുപ്പിന് ലഭിച്ചിരുന്നത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. അതേസമയം ട്രെക്കിംഗ് വരുമാനം സംബന്ധിച്ച് കൂടുതൽ കണക്കുകൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും വനംവകുപ്പിന് മറുപടിയില്ല. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, വലിയ വെട്ടിപ്പിന്റെ തട്ടിപ്പിന്റെ കണക്കുകൾ തന്നെയാണോ ഈ വയനാട് ചെമ്പ്രമല ട്രെക്കിങ്ങുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സുരേഷ്, നമ്മൾ വിവരാവകാശ പ്രകാരമാണ് ഈ ട്രക്കിങ്ങിന് പ്രതിദിനം ലഭിക്കുന്ന വരുമാനം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ചോദിക്കുന്നത്. ആ സമയത്തും കൃത്യമായ വിവരം വനംവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചില്ല. തുടർന്നാണ് മൊത്തത്തിലുള്ള ഓഡിറ്റിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ വനംവകുപ്പിനോട് ആവശ്യപ്പെടുന്നതും. അപ്പോഴും വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. തങ്ങളുടെ പക്കലിൽ അത്തരത്തിലുള്ള ഒരു രേഖ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ 2008 മുതൽ ഈ 2024 എത്തുമ്പോൾ ഇത്രയും കാലം ഓരോ വ്യക്തികളിൽ നിന്നും ട്രക്കിങ്ങിന് 2008 ഈ ഒരു ട്രക്കിംഗ് ആരംഭിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളിൽ നിന്നും 750 600 രൂപയും വെച്ചായിരുന്നു വാങ്ങിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് പ്രതിദിനം ഇവർ വാങ്ങുന്നത് 1700 രൂപ പ്ലസ് ടാക്സ് ആണ്. ഇങ്ങനെയാണ് നിലവിൽ ഈ ട്രക്കിങ്ങിന് വയനാട് ചെമ്പ്രമലയിലേക്ക് ട്രക്കിങ്ങിന് എത്തുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, അല്ലെങ്കിൽ ഒരു സംഘത്തിൽ നിന്നും ഒരു വ്യക്തിയാണെങ്കിൽ പോലും 5 പേർ ആണെങ്കിൽ പോലും ഇവർക്ക് 2000-ലധികം രൂപ വനം വകുപ്പിന് അടച്ചതിന് ശേഷമാണ് ട്രക്കിംഗ് ഈ ചെമ്പ്രമലയിലേക്ക് നടത്താനുള്ള അനുമതി ലഭിക്കുക. ഈ പണം ലഭിച്ചതിലാണ് വലിയ അഴിമതി നടന്നിരിക്കുന്നത് എന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയേണ്ടത്, ആദ്യഘട്ടത്തിൽ നമ്മൾ വിവരാവകാശ പ്രകാരം ചോദിക്കുമ്പോൾ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി വനം വകുപ്പ് നൽകാതിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓഡിറ്റിംഗ് നടത്തിയത്, അല്ലെങ്കിൽ ഈ കണക്ക് വിവരങ്ങൾ പ്രതിവർഷം ലഭിച്ച തുകയുടെ വ്യക്തമായ കണക്കുകൾ, ഇത്ര രൂപ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ രൂപ പോലും പ്രതിവർഷം വനം വകുപ്പിന് ലഭിച്ചതായുള്ള വിവരങ്ങൾ വനം വകുപ്പ് നൽകുന്നില്ല. അപ്പോൾ ഇതിൽ വലിയ തിരിമറി നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ വനസംരക്ഷണ സമിതി, ചെമ്പ്രമല വനസംരക്ഷണ സമിതിയും ഒപ്പം തന്നെ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് നിലവിൽ അവിടെ ട്രക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വനസംരക്ഷണ സമിതി എന്ന് പറയുന്നത്, അവിടുത്തെ ഭരണസമിതി എന്ന് പറയുന്നത് വയനാട് മേപ്പാടി CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഒപ്പം തന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും മാത്രമാണുള്ളത്. ഇങ്ങനെ പാർട്ടി തലത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് സർക്കാരിലേക്ക് വരേണ്ട പണം CPM നേതാക്കൾ തട്ടിയെടുത്തു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വനംവകുപ്പിന്റെ ഒത്താശയോടെ തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതി നടന്നിരിക്കുന്നത്, വലിയ രീതിയിലുള്ള തിരിമറി നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് വിവരാവകാശ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓഡിറ്റിംഗ് നടന്നതിൻ്റെ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് വിവരാവകാശ പ്രകാരം ചോദിക്കുന്ന ചോദ്യങ്ങൾ. 2008 മുതൽ ചെമ്പ്രമല വനമേഖലയിൽ ട്രക്കിംഗ് നടന്നതുമായി ബന്ധപ്പെട്ട കണക്കുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികം ലഭിച്ച സ്രോതസ് എവിടെയാണ്? അത് വനം വകുപ്പിലേക്കാണോ പോയത്, വനസംരക്ഷണ സമിതിയുടെ കയ്യിലാണോ ഉള്ളത് എന്ന തരത്തിലുള്ള, ഭരണസമിതിയുടെ കയ്യിലാണോ എന്ന തരത്തിലുള്ള ചോദ്യത്തിനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ, അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിവരാവകാശ പ്രകാരം നൽകിയ മറുപടി ഇത്തരത്തിലാണ്. ഈ ഓഡിറ്റിംഗ് നടന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തങ്ങളുടെ പക്കലില്ല, അല്ലെങ്കിൽ കാണാനില്ല എന്നാണ് വിവരാവകാശ രേഖയിൽ പോലും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്, വലിയ ലക്ഷങ്ങളിലല്ല കോടികളുടെ അഴിമതി തന്നെ നടന്നിട്ടുണ്ട്. വിനീഷ്, കാരണം ഈ CPM-ന്റെ കൊള്ള അത്തരത്തിൽ പല രീതിയിലും അവർ പണം സ്വരൂപിക്കുന്നു, പല രീതിയിലും കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായി ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ഒരു തെളിവായിട്ട് വേണം ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും KM ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന്റെ നേതാക്കളും CPM-ന്റെ അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകരും ഒരുമിച്ചാണ് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ കൈയാളുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയിലേക്ക് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് റെസിപ്റ്റ് നൽകാൻ, ട്രക്കിങ്ങിനായി പോകാനുള്ള റെസിപ്റ്റ് നൽകാനുള്ള അധികാരവും അവിടെയുള്ള DFO ഫോറസ്റ്റ് ഓഫീസർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക
വിജ്ഞാപനവും സർക്കാർ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും കയ്യിലേക്ക് ഈ പണം എത്തുമ്പോൾ ഒരു സുതാര്യതയില്ലാതെ കൃത്യമായ വനം വകുപ്പിന് ലഭിക്കേണ്ട പണം CPM നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോയി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അവിടെയുള്ള ഓരോ CPMൻ്റെ മേപ്പാടിയിലെ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് പുറമെ അവിടെയുള്ള CPMൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ലേഖകൻ കൂടി ഈ ഒരു ഭരണസമിതിയുടെ അധ്യക്ഷനായി തുടരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട. ജില്ലാ ലേഖകൻ തന്നെയാണ് ഈ ഒരു അധ്യക്ഷനായി തുടരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. അങ്ങനെ പാർട്ടിക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനമാക്കിയാണ് ഈ ചെമ്പ്രമല വനം മേഖലയിലെ ട്രക്കിങ്ങിൽ ഇപ്പോൾ ശ്രീ കെ എം ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വയനാട് ചെമ്പ്രമല ട്രക്കിംഗ് നിരവധി ആൾക്കാർ സന്ദർശിക്കുന്ന, നിരവധി ഇത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു സംവിധാനം തന്നെയാണ്. പക്ഷേ അവിടെ ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാകുമ്പോഴും അത് സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് പോകേണ്ടത്. വനംവകുപ്പിലൂടെ അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് കൂടി സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് ഈ പണത്തിൻ്റെ ഉപയോഗം നടത്തുകയാണ് വേണ്ടത്. പക്ഷേ അത് ഭരണവർഗത്തിൻ്റെ തടലിലേക്ക്, ഭരണവർഗത്തിൻ്റെ കീശയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളമാണ് സാധാരണക്കാരടക്കം അല്ലെങ്കിൽ പൊതുസമൂഹമടക്കം ഇവരുടെ കൊള്ളയിൽ അകപ്പെടുന്നത് എന്ന് വേണം നമുക്ക് ഈ വാർത്തയിലൂടെ മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും സാധാരണക്കാരുടെ പണം ഖജനാവിലേക്ക് എത്തുന്ന, സർക്കാരിൻ്റെ സംവിധാനത്തിലേക്ക് എത്തേണ്ട പണം അത് CPM ഒരു ഭരണസമിതിയെ ഉപയോഗിച്ച് കൊള്ളയടിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ വിവരാവകാശ രേഖയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഭരണസമിതി കൈയൊഴിഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് ഈ ഒരു സാമ്പത്തിക ക്രമക്കേട് കെട്ടിവയ്ക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2008 മുതലുള്ള വിവരാവകാശ പ്രകാരം ഇവിടുത്തെ കണക്കുകൾ നമ്മൾ ചോദിച്ച സമയത്ത് തന്നെ ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കില്ല, നിലവിൽ ഉദ്യോഗസ്ഥരാണ് ഈ പണത്തിൻ്റെ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറയുകയുണ്ടായി. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉദ്യോഗസ്ഥരുടെയും മേപ്പാടി ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന വലിയൊരു അഴിമതിയാണ് കഴിഞ്ഞ 2008 മുതൽ 2024 വരെ നടന്നു വരുന്ന ഒരു വലിയൊരു അഴിമതിയാണ് ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിന് പിന്നിൽ പാർട്ടിയുടെയും സർക്കാർ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന കാര്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സുരേഷ്, അത് തന്നെയാണ്, വലിയ അഴിമതി തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വയനാട് ചെമ്പ്രമല ട്രെക്കിങ്ങുമായി ബന്ധപ്പെട്ട് 2008 മുതൽ തന്നെയാണ് ഈ കോടികളുടെ അഴിമതി നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ചെമ്പ്രമല ട്രെക്കിങ്ങിൽ പ്രതിദിനം വനംവകുപ്പിന് ലഭിച്ചിരുന്നത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. അതേസമയം തന്നെ ഈ ട്രെക്കിംഗ് വരുമാനം സംബന്ധിച്ച കണക്കുകൾ വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും വനംവകുപ്പിന് കൃത്യമായ മറുപടി ഇല്ല എന്നതും അത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരവും വളരെ ലളിതമാണ്. ഭരണവർഗത്തിൻ്റെ കീശയിലേക്കാണ് ഈ പണം പോകുന്നത് എന്ന് തന്നെയാണ്. വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്.